ജീവിത അനുഭവങ്ങൾ, ദൈവത്തിന് മഹത്വം. എൻ്റെ ജീവിത കഥ ആരംഭിക്കുന്നത് 68-ലാണ്. ഇന്നും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഒഡീഷയിൽ. എന്നാൽ 68-ൽ എൻ്റെ ജീവിതം ആരംഭിക്കുകയാണെങ്കിലും എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒഡീഷയിലുള്ള വാസം ആരംഭിച്ചത് 60-കളിലാണ്. രണ്ടുപേരും കേരളത്തിലെ 2 പ്രദേശങ്ങളിൽ നിന്ന് തികച്ചും അപരിചിതരായിട്ട് അവർ ചെന്ന് കണ്ടുമുട്ടിയത് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ റായ്രംഗ്പൂർ എന്ന് പറയുന്ന ഒരു ബ്ലോക്കിൽ വെച്ചാണ്. പിതാവിൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട തൊട്ടടുത്ത് കിടക്കുന്ന മല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ ജനിച്ചു, ഒരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ വളർന്നു. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ഒഡീഷയിലേക്ക് ജോലി അന്വേഷിച്ച് പോയി 60-കളിൽ. അതേസമയം തന്നെ മാതാവ് ഒരു വളരെ നൈഷ്ഠികമായിട്ടുള്ള ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതിന് ശേഷം പഠിത്തം തൃശ്ശൂർ സെൻറ് മേരീസ് കോളേജിൽ ബിരുദാനന്തരം ബിരുദം നേടി. കേരളത്തിൽ തന്നെ സ്വല്പനാള് ജോലി ചെയ്തു. അതിനുശേഷം സാഹചര്യം വിപരീതമായതിനാൽ മാതാവും ഒഡീഷയിലേക്ക് ട്രെയിൻ കയറി. അങ്ങനെ 2 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നും ഇരുവരും കണ്ടുമുട്ടുന്നത് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ആ റായ്രംഗ്പൂർ എന്ന് പറയുന്ന ബ്ലോക്കിൽ വെച്ചാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 2 മലയാളികൾ പരിചയപ്പെട്ടു. അതിനുശേഷം ആ പരിചയം സൗഹൃദമായിട്ട് മാറി. പിന്നീട് അതൊരു സ്നേഹബന്ധത്തിലേക്കായി. 66 ജൂൺ 6-ാം തീയതി പത്തനംതിട്ട അടുത്തുള്ള മല്ലശ്ശേരി ബേത്ലഹേം മർത്തോമ ചർച്ചിൽ ഇരുവരും വിവാഹിതരായി തീർന്നു. മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് അതോടുകൂടി എല്ലാ ബന്ധങ്ങളും അവിടെ അറ്റുപോയി. കാരണം അവർ പടിയടച്ച് പിണ്ടം വെച്ചു. അതുമാത്രമല്ല, അന്ന് അല്പമായിട്ടുള്ള പരിജ്ഞാനം, അല്പമായിട്ടുള്ള ഒരു ദൈവവിശ്വാസം മാതാവിനുണ്ടായിരുന്നു. ഇത്രയും കോടികൾ ആ ദൈവത്തെ എല്ലാം ആരാധിച്ചുള്ളൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ വിവാഹിതയായി തീർന്നപ്പോൾ, അതും ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ വിവാഹിതയായി തീർന്നപ്പോൾ, ആ ആദ്യ രാത്രി തന്നെ മാതാവ് അന്നത്തെ പരിജ്ഞാനവും വിശ്വാസത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ എൻ്റെ ഭർത്താവിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം. അങ്ങനെ അവരുടെ കുടുംബജീവിതം ആരംഭിച്ചു. ഇരുവരും വീണ്ടും ഒഡീഷയിലെ കർമ്മ ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോയി. 68-ലാണ് എൻ്റെ ജനനം. അതും ആ ചെറിയ ഒരു ഗ്രാമപ്രദേശത്തുള്ള മൂർഷഡ് മെമ്മോറിയൽ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റൽ വെച്ചാണ്. മാതാവിന് ഒരു നോർമൽ ഡെലിവറി സാധിക്കുകയില്ല എന്ന് അവിടെയുള്ള ലോക്കൽ ഡോക്ടർ കൽപ്പിച്ചു. എന്നാൽ അന്നു മുതൽ തന്നെ ദൈവത്തിൻ്റെ അളവറ്റ കൃപ മാതാവിൻ്റെ കൂടെയും പിതാവിൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള ഏക ഉദ്ദേശം ദൈവോദ്ദേശം മാത്രം. കാരണം ആ പ്രദേശത്ത് 6 മാസത്തിന് വേണ്ടി വിദേശത്തുനിന്ന് വരുന്ന ഒരു ഡോക്ടറും കുടുംബവും അവർ ആ വർഷവും അവിടേക്ക് വരുവാനായിട്ടുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ 68 ഫെബ്രുവരി മാസം 24-ാം തീയതി ഞാൻ ജനിക്കുമ്പോൾ സെക്ഷൻ ആ പ്രൊസീജിയർ കൂടിയാണ് മാതാവിൽ നിന്ന് എന്നെ വേർപെടുത്തിയത്. അതിനുവേണ്ടി ഡോക്ടർ SF തോമസിനെ കർത്താവ് ഒരുക്കി, സിസ്റ്റർ റൈറ്റിനെ കർത്താവ് ഒരുക്കി. ആ പ്രദേശത്ത് അന്ന് ഒരു കാർ ഉണ്ടായിരുന്നത് ഈ മിഷണറി ഡോക്ടർ കുടുംബത്തിന് മാത്രമാണ്. ആ ജനനത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് മാതാവിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥലമാറ്റം ലഭിച്ചത് ഒഡീഷയിലെ കൊറാപ്പുട്ട് ജില്ല എന്ന് പറയുന്ന ആദിവാസി ഗോത്രവർഗങ്ങൾ തിങ്ങി പാർക്കുന്ന കൊറാപ്പുട്ട് ജില്ലയിലേക്കാണ്. അവിടെയുള്ളൊരു ടൗൺഷിപ്പാണ് ജയ്പൂർ. സാധാരണ ജയ്പൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് രാജസ്ഥാൻ സംസ്ഥാനത്തിലെ തലസ്ഥാനമായിരിക്കുന്ന ജയ്പൂറാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഒഡീഷയിലെ ജയ്പൂർ അതിലും തികച്ചും ചെറിയൊരു സ്ഥലമല്ല, ചെറിയൊരു ടൗൺഷിപ്പ് ആണെങ്കിലും എല്ലാ വിധമായ നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊറാപ്പുട്ട് ജില്ല എന്ന് പറയുന്നത്. 1 വയസ്സ് പ്രായമായപ്പോഴാണ് ആ സ്ഥലത്തേക്ക് വന്നത്. മാതാവ് അവിടെയുള്ള ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ആരംഭിച്ച ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി അവിടെ ചാർജ് എടുത്തു. അവിടെ ആരംഭിച്ചു എൻ്റെ ശൈശവകാലം, ബാല്യകാലം. ആ സ്കൂളിൽ ആരോ ഒരു മിഷണറി
ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറയുന്ന ബൈബിൾ സ്റ്റോറീസിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് ലൈബ്രറിക്ക് ഡൊണേറ്റ് ചെയ്തിരുന്നു. ചെറുപ്പകാലത്ത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് എല്ലാ രാത്രിയിലും അതിൽ നിന്ന് ഒരു വോളിയൂമിൽ നിന്ന് ഉള്ള കഥകൾ മാതാവിനെ കേൾപ്പിക്കും. പിതാവ് അവധി നാളുകളിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനാ സമയത്ത് ആകെ പാടുന്നത് ദൈവത്തിന് സ്തോത്രം, ഒരേ പ്രാർത്ഥന, സങ്കീർത്തനം 23 അത് മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ശൈശവകാലം, ബാല്യകാലം കഴിഞ്ഞു. സാധാരണ ഒഡീഷയിലോ മറ്റേതെങ്കിലും വടക്കേ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ കേരളീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള കുടുംബങ്ങൾ അവരുടെ മക്കളെ ഒരിക്കലും ലോക്കൽ സ്കൂളിലേക്ക് അവർ അഡ്മിഷന് കൊണ്ടുപോകാറില്ല. എന്നാൽ എന്തുകൊണ്ടോ, എന്നാൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ദൈവനിയോഗമാണ്. എന്നെ എൻ്റെ മാതാവ് കൊണ്ടുപോയി ചേർത്തത് ഒരു ഒഡിയ മീഡിയം സ്കൂളിലാണ്. അത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലായത്. ആ പ്രൈമറി ലെവലിൽ തന്നെ എനിക്ക് 4 ഭാഷകൾ നന്നായി പഠിക്കുവാനായിട്ടുള്ള കൃപ കർത്താവ് തന്നു. ഒഡിയ ഭാഷയുണ്ട്, ഇംഗ്ലീഷുണ്ട്, സംസ്കൃതമുണ്ട്, കൂടാതെ ഹിന്ദിയുമുണ്ട്, രാഷ്ട്രഭാഷയായിട്ടുള്ള ഹിന്ദി. ആ ഭാഷകളെല്ലാം നന്നായി പഠിക്കുവാനും ഭാഷയോടുള്ള മമത അന്നു മുതൽ തന്നെ ആരംഭിച്ചു. അങ്ങനെ ഭാഷകൾ പഠിച്ച് പ്രൈമറി സ്കൂൾ ആ ക്ലാസ്സുകൾ താണ്ടി ഹൈസ്കൂളിലേക്ക് കടന്നുപോയി. അതും അവിടെയുള്ള മുനിസിപ്പൽ ഹൈസ്കൂളിലേക്കാണ് എന്നെ കൊണ്ട് ചേർത്തത്. 8 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു അനുജൻ എനിക്ക് ലഭിക്കുന്നത്. അതും എൻ്റെ പിടിവാശി കാരണമാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ മാതാവിനെ സംബന്ധിച്ച്, പിതാവിനെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കുടുംബത്തിലെ ഏക സന്താനമായിരുന്നു. പിതാവ് ഏകമകൻ, മാതാവും ഏകമകൾ. അവരെ കർത്താവ് ഒന്നാക്കി തീർത്തു. എനിക്ക് ഒരു അനുജനെ വേണം എന്ന നിർബന്ധ പ്രകാരമാണ് 8 വയസ്സായപ്പോൾ എനിക്കൊരു അനുജനെ കർത്താവ് നൽകി. അതും ദൈവനിയോഗമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ വളർന്നു വന്ന് ചെറുപ്പകാലത്ത് ആ പ്രദേശത്തായിരിക്കുമ്പോൾ പള്ളി വിസിറ്റോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല. ആകെയുള്ളതൊരു ലൂഥറൻ ചർച്ചും ഒരു കാത്തലിക് ചർച്ചും. വീക്കെൻഡ്സിലും ഞായറാഴ്ച രാവിലെ ഞങ്ങൾക്കുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് പിതാവിൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് പോവുക, ചന്തയിലേക്ക് പോവുക. കാരണം അന്ന് ഈ വീക്ക്ലി മാർക്കറ്റ്, ആഴ്ചയിലുള്ള ചന്ത, അത് മിക്കവാറും ഞായറാഴ്ചയാണ്. അപ്പോൾ രാവിലെ സമയം മാർക്കറ്റിലേക്ക് പോവും വരും, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ അവധിക്കാലത്ത്, വേനൽ അവധിക്കാലത്ത് നാട്ടിലേക്ക് വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു സൺഡേ അല്ലെങ്കിൽ 2 സൺഡേ ഞായറാഴ്ച പിതാവിൻ്റെ കൂടെ മർത്തോമ ഇടവകയിലേക്ക് കടന്നു പോകുന്ന ഒരു ഓർമ്മയും എൻ്റെ മനസ്സിലുണ്ട്. 1982 എൻ്റെ SSLC പൂർത്തിയാക്കി ഒഡിയ മീഡിയത്തിൽ ഒരു അബവ് ആവറേജ് മാർക്കോട് കൂടി ആ പരീക്ഷ പാസ്സാകുവാനും തുടർന്ന് അവിടെയുള്ള ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ 1983 ആ കാലയളവിലാണ് കേരളക്കരയിൽ നിന്ന്, പ്രത്യേകിച്ചും ഞങ്ങൾ ഇപ്പോൾ ഉൾപ്പെട്ടു നിൽക്കുന്ന പത്തനംതിട്ട ബ്രദറൻ സഭയുടെ ഒരു കമൻഡേഷൻ ലഭിച്ച് ഒരു ദൈവദാസൻ മസ്കറ്റിൽ നിന്ന് തൻ്റെ ഔദ്യോഗിക പദവി രാജിവെച്ച് പൂർണ്ണസമയ കർത്തൃവേലയ്ക്ക് വേണ്ടി ആ പ്രദേശത്തേക്ക് കടന്നു വരുന്നു. വന്നപ്പോൾ തന്നെ ചില കുടുംബങ്ങളെ സന്ദർശിച്ചു. അതിലൊരു കുടുംബം ഞങ്ങളുടെ കുടുംബമായിരുന്നു. അന്ന് ആ സ്ഥലത്ത് കമ്മ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി, യാത്ര ചെയ്യുവാൻ വേണ്ടിയുള്ള ആകെ സൗകര്യം സൈക്കിൾ റിക്ഷ ആണ്. ഒരു ഓട്ടോറിക്ഷ പോലും ആ സ്ഥലത്തില്ല. ടാക്സി വളരെ വിരളമാണ്. എല്ലാ വീട്ടിലും ചിലപ്പോൾ ഒരു 2 വീലർ ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഒരു അവധി ദിവസം മാതാവ് പറഞ്ഞു, ചില നാളുകൾക്ക് മുമ്പ് ഒരു ദേവദാസൻ വന്നിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് നമുക്കൊന്ന് തിരക്കി പോകണം. എവിടെ താമസിക്കുന്നതിന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം. അങ്ങനെ ഒരു സൈക്കിൾ റിക്ഷയിൽ മാതാവ് എന്നെയും എൻ്റെ അനുജനെയും കൂട്ടി ആ ദേവദാസൻ്റെ വീട്ടിലേക്ക് പോയി. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന സണ്ണിറ്റി ദാനിയലിൻ്റെ ഭവനമായിരുന്നു. അദ്ദേഹമായിട്ട് അന്ന് സമയം ചെലവഴിച്ചു. അവിടെയുള്ള കൂടിവരവിലേക്ക് പോകുവാനായിട്ട് ഞങ്ങൾ ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ബൈബിൾ പഠനം എല്ലാ ശനിയാഴ്ചയും ആരംഭിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ആ സമയത്ത് പോലും വ്യക്തിപരമായിട്ട് കർത്താവിനെ അറിയുക, കർത്താവിന് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക, ആ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ വന്നിരുന്നില്ല. 1984 പ്രീ ഡിഗ്രി പൂർത്തിയാക്കി ഉപരിപഠനത്തിന് വേണ്ടി ചെന്നൈയിലേക്ക് പോകുമ്പോഴും ഈ ദൈവദാസൻ എൻ്റെ കൂടെയുണ്ട്. മാതാവിന് പൂർണ്ണ വിശ്വാസം ഈ ദൈവദാസനെ കൂട്ടി തന്നെ മകനെ വിടണം. അങ്ങനെ 84 ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ദൈവദാസൻ എന്നോട് സുവിശേഷം പങ്കുവെക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഉവ്വ് എന്ന് ഉത്തരം നൽകി.
അതിൻ്റെ ഫലമായിട്ട് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് 1984 ഓഗസ്റ്റ് 15 എന്നാൽ തുടക്കം യാന്ത്രികമായിരുന്നു. ഞാൻ ആ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം അരുളിയെങ്കിലും അദ്ദേഹം പറയുന്നു, ഞാൻ ആ കാര്യങ്ങൾ അനുസരിച്ചു, അതിന് ഉത്തരം യെസ് എന്ന് മൂന്ന്, അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നീട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള താമ്പരത്തുള്ള ഒരു ദേവദാസനുമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. അവിടേക്ക് ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് കടന്നു പോകണം എന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കഴിയുന്നത്രയും ഞായറാഴ്ചകളിൽ ആ സഭയിലേക്ക് കടന്നു പോകാനായിട്ട് ആരംഭിച്ചു. പടിപടി വെച്ചിട്ടാണ് വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തത്. എന്നാൽ അതിൻ്റെ ആ സമയത്ത് തന്നെ എൻ്റെ അനുജന് 1985 ഒഡീഷയിൽ തന്നെ ഞങ്ങളായിരുന്ന സ്ഥലത്ത് സൺഡേ സ്കൂൾ ആരംഭിച്ചു. അവൻ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് അവിടെ പോകുവാനായിട്ട് തുടങ്ങി. അവിടെ വെച്ചാണ് എൻ്റെ അനുജൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. 84 കഴിഞ്ഞ് 85, 86, 87 കാലയളവിൽ ഞാൻ ഒഡിയ മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് കേരളക്കരയിൽ നിന്ന് വരുന്ന ദേവദാസന്മാർ മലയാളത്തിലോ ഇംഗ്ലീഷിലോ വചനം സംസാരിക്കുമ്പോൾ അത് ഒഡിയ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യുവാൻ, തർജ്ജമ ചെയ്യുവാൻ വേണ്ടി ഒരു ചെറിയ ശുശ്രൂഷ കർത്താവ് എനിക്ക് നൽകി. അപ്പോഴാണ് മനസ്സിലായത് എന്നെ എന്തുകൊണ്ടാണ് എൻ്റെ മാതാവ് ഒഡിയ മീഡിയം സ്കൂളിൽ കൊണ്ട് ചേർത്തത്. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടിയുമാണ് സകലതും ചെയ്യുന്നത് എന്ന് ആ സമയത്താണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. സ്നാനപ്പെടുന്നതിന് മുൻപ് തന്നെ സ്നാനത്തിൻ്റെ ക്ലാസ്സുകൾ ഒഡിയയിലേക്ക് തർജ്ജമ ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ആ തർജ്ജമ ചെയ്യുമ്പോൾ തന്നെ ആ സത്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും ഉള്ള കൃപ കർത്താവ് നൽകി. 87 കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. പഠിത്തം പൂർത്തിയാക്കി വീണ്ടും ഒഡീഷയിലേക്ക് മടങ്ങി വന്ന് അവിടെ അധ്യാപക വൃത്തിയിൽ എൻ്റെ കരിയർ ആരംഭിച്ചു. പിതാവും മാതാവും അവരെല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ആ പ്രദേശത്ത് തന്നെ ആയിരിക്കുമ്പോൾ അവിടെയുള്ള സഭാപരമായിട്ടുള്ള ശുശ്രൂഷകളിലും കൂടാതെ ആ സമയത്ത് തന്നെ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം, പിതാവിൻ്റെ ഒരു സമ്മർദ്ദം മൂലം എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല, ഗിഡിയൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന അന്തർദേശീയ ശുശ്രൂഷയുടെ ഒരു അംഗമായി തീരുവാനും കർത്താവ് പ്രസാദിച്ചു. അവിടെ വലിയ എതിർപ്പുകളൊന്നും ഇല്ലാതെ സ്കൂളിലും കോളേജിലും ഹോസ്പിറ്റൽ, ഹോട്ടൽ എന്നീ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വിലയേറിയ വചനങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു. 92, 97 ആ കാലയളവിൽ പിതാവും മാതാവും രണ്ടുപേരും അവരുടെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയം അടുത്തപ്പോൾ അവർ രണ്ടുപേരും നാട്ടിൽ വന്ന് പത്തനംതിട്ട അടുത്തുള്ള മല്ലശ്ശേരിയിൽ തന്നെ താമസിക്കണം, ശിഷ്ടായുസ് അവിടെ കഴിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. അപ്പം ഞാനും അനുജനും കൂടി ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ചു, ഒരാൾ എന്തായാലും പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ ആയിരിക്കണം. അവൻ വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു ഒരുക്കം, ആ കാര്യത്തിന് വേണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾക്ക് ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു വിഷയം തന്നെയായിരുന്നു. 98 കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനായിട്ട് കർത്താവ് സകല കാര്യങ്ങൾ ക്രമീകരിച്ച് നൽകിയത്. എൻ്റെ ജീവിതത്തിലേക്ക് ബെൻസി എന്ന് പറയുന്ന പെൺകുട്ടി ജനിച്ചത് അടൂരിലാണെങ്കിലും വളർന്നത് മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്. അതും ഒരു 4ാം തലമുറ ഒരു വിശ്വാസ കുടുംബത്തിലാണ് പ്രിയമകൾ ജനിച്ചത്. ഞങ്ങൾ പോയി കണ്ടു, തമ്മിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 98 മെയ് 4 ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് എല്ലാവിധമായ കൃപ നൽകി. വിവാഹത്തിന് ശേഷം സ്വല്പനാൾ അവിടെ തന്നെ ആയിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോയി പേരൻസിൻ്റെ കൂടെ, മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ താമസിക്കണം എന്ന് ഒരു തീരുമാനമെടുത്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ആ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. എന്നാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ തീരുമാനമെടുത്തതിന് ശേഷം വന്ന ശോധനകൾ, പല ശോധനകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം കർത്താവ് തൻ്റെ ദിവ്യമായ ആലോചന നൽകി ഞങ്ങളെ മുൻപോട്ട് നയിച്ചു. അങ്ങനെ 2000 ഡിസംബർ മാസമായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സാധാരണ പറയാറുള്ളത്, എൻ്റെ ജീവിതം ആരംഭിച്ചത് ഒരു മലയാളി ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ, ഒരു സ്റ്റാർട്ടിംഗ് ആണെങ്കിലും
ഒരു ഒഡിയാക്കാരൻ, അതായത് ഒഡീഷയിലെ സംസ്കാരവും ഒഡീഷയിലെ ഭാഷയെ സ്നേഹിക്കുന്നവനും അവിടുത്തെ എല്ലാ കസ്റ്റം കൾച്ചർ അതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർഷ്യലായിട്ടാണ് അവിടെ വളർന്നു വന്നത്. എന്നാൽ അവിടെ നിന്ന് പറിച്ചെടുക്കുക, ഒരു ഒഡിയാക്കാരൻ വന്ന് കേരളത്തിൽ സെറ്റിലാകുക എന്നൊരു പ്രതീതിയായിരുന്നു ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോൾ. വന്നു കഴിഞ്ഞ ചില മാസങ്ങൾ ആത്മീകമായിട്ടാകട്ടെ, ഞങ്ങൾ താമസിക്കുന്ന ആ സൊസൈറ്റിയിലാകട്ടെ, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലാകട്ടെ, ഞങ്ങൾക്ക് പലപ്പോഴും ചിന്തകൾ വന്നു, ഞങ്ങൾ എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നുള്ളത്. തുടക്ക സമയങ്ങളിൽ വലിയൊരു സംഘർഷം തന്നെയായിരുന്നു. അതൊരു ട്രാൻസിഷൻ ആയതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ വളരെ ആശങ്കയും ജിജ്ഞാസയും കൂടി വരുന്നൊരു സമയമായിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് കാര്യങ്ങളെ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിൽ കാണുവാനായിട്ടുള്ള കൃപ കർത്താവ് നൽകി. അത് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാണ്. അതിൻ്റെ മധ്യത്തിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ തുടരുമ്പോൾ തന്നെ വചനവുമായിട്ടുള്ളൊരു ബന്ധം വലുതായിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1995, ആ സമയത്ത് ഞങ്ങൾ ഒഡീഷയിൽ തന്നെയാണ്, അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ അനുജൻ അവൻ്റെ ഉപരിപഠനം പൂർത്തിയാക്കി മാസ്റ്റേഴ്സിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഒരു ക്രിസ്തീയ മാസികയിൽ താൻ കണ്ടു, പത്തനംതിട്ടയിലുള്ള ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഒരു ഹ്രസ്വകാലം 1 മാസത്തെ ഒരു ബൈബിൾ കോഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയും പ്രൊഫഷണൽസിന് വേണ്ടിയും ക്രമീകരിച്ചിട്ടുണ്ട്. അവനത് അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യം കാണിച്ചു. ഞാൻ കഴിയുന്ന അത്രയും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പാനായിട്ട്, ഡിസ്കറേജ് ചെയ്യുവാനായിട്ടാണ് ശ്രമിച്ചത്. എന്നാൽ അവൻ അതിൽ ഉറച്ചു നിന്നു. അവൻ കടന്നു വന്ന് 1 മാസം ആ കോഴ്സ് ഇവിടെ അറ്റൻഡ് ചെയ്തു. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് മടങ്ങി വന്ന് ഞങ്ങളെ, അതായത് എനിക്കും മാതാവിനും, കാരണം ആ സമയത്ത് പിതാവ് നാട്ടിലാണ്, പേരൻസിൻ്റെ കെയർ എടുക്കുവാൻ വേണ്ടി നേരത്തെ തന്നെ ഇവിടേക്ക് വന്നു. അപ്പോൾ മാതാവിനെയും എന്നെയും താൻ പഠിച്ച ആ ആത്മീയ പാഠങ്ങൾ അത് സിസ്റ്റമാറ്റിക്കലി ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കാരണം അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏകദേശം 3 മാസത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് എൻ്റെ അനുജൻ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് വളരെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടി എനിക്ക് പറയാനായിട്ട് സാധിക്കും, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബൈബിൾ ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ അനുജനാണ്. അങ്ങനെ ദൈവവചനത്തിൻ്റെ മാധുര്യം ആസ്വദിപ്പാനായിട്ട് ആരംഭിച്ചതാണ്. അന്നാണ് ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പരിചയപ്പെട്ടത്. 2000 അവസാനം നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ 2001 മുതൽ വീണ്ടും ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ബന്ധത്തിൽ തുടർന്നു പോകുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അവിടെ ചില ക്ലാസ്സുകൾ എടുക്കുവാനായിട്ടുള്ളൊരു അവസരം കർത്താവ് തന്നു. അങ്ങനെ അവിടെ ക്ലാസ് എടുക്കുക മാത്രമല്ല, പഠിക്കാനായിട്ടുള്ളൊരു അവസരം കർത്താവ് തന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ BBIയിൽ താങ്കളുടെ ഉത്തരവാദിത്വം എന്താണ്, ശുശ്രൂഷ എന്താണ്, ഞാൻ അപ്പോൾ പറയും ഐ പ്ലേ എ ഡ്യുവൽ റോൾ. ഞാൻ അവിടെ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു അധ്യാപകൻ കൂടിയാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുന്നുമുണ്ട്. ആ വിധത്തിൽ ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യം കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകി. 2000 മുതൽ ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഒഡീഷയിലെ തന്നെ ഒരു പ്രിമിറ്റീവ് ട്രൈബിലുള്ള ഒരു മകളെയും അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് നൽകി. ആ മകളും ഞങ്ങൾ 2 പേരും മാതാവും പിതാവും. അതാണ് ഞങ്ങളുടെ ചെറിയൊരു കുടുംബം. ഇവിടുത്തെ സമൂഹവും ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ചുറ്റുപാടും അതുമായിട്ട് ഇഴഞ്ഞു ചേരുവാൻ അല്പസമയം എടുത്തെങ്കിലും പല കാര്യങ്ങൾക്ക് ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിൽ കാണുവാനായിട്ടുള്ള വലിയ കൃപ കർത്താവ് നൽകി. അന്നു മുതൽ തന്നെ പത്തനംതിട്ടയിലുള്ള ഗിഡിയൻസ് ഇൻ്റർനാഷണലിൻ്റെ ലോക്കൽ ക്യാമ്പുമായിട്ട് ബന്ധപ്പെടുവാനും എൻ്റെ അംഗത്വം ഒഡീഷയിൽ നിന്ന് ഈ ക്യാമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുവാനുള്ള അവസരം കർത്താവ് തന്നു. അങ്ങനെ 2001 മുതൽ ഇന്ന് വരയ്ക്കും ഈ ക്യാമ്പിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടാതെ ഗിഡിയൻസ് ഇൻ്റർനാഷണൽ ഇൻ ഇന്ത്യ നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഭാഗമായിട്ടും കർത്താവിനെ സേവിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നുണ്ട്. ദൈവവചനത്തെ സ്നേഹിക്കുവാനും ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനും അത് പഠിപ്പിക്കുവാനും ആയിട്ടുള്ളൊരു കൃപ കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മാതാവിനെയും പിതാവിനെയും അവരുടെ അവസാന നാളുകളിൽ അവരുടെ ഇരുവരെയും ശുശ്രൂഷിപ്പാനായിട്ടുള്ളൊരു വലിയ ഭാഗ്യം കർത്താവ് തന്നു. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്, നിങ്ങളൊരു വീടൊന്ന് സ്വന്തമായിട്ട് വെക്കുന്നില്ലേ? ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾക്കൊറ്റൊരു വീടുണ്ട്, അത്യാവശ്യം ചുറ്റുപാടുണ്ട്, അതിൽ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുമുണ്ട്. അങ്ങനെ അവരുടെ അവസാന നാളുകൾ വരയ്ക്കും അവരുടെ എല്ലാ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടുള്ള വലിയ കൃപയും എനിക്കും
ബെൻസിയ എൻ്റെ ഭാര്യ സഹോദരിക്കും കർത്താവ് കൃപ നൽകി. ഇന്ന് പിതാവും മാതാവും അവർ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വളർത്തുപുത്രിയുണ്ട്. അവളെ ഒരു നല്ല കരങ്ങളിലേക്ക്, ഒരു ദേവദാസിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് ഞങ്ങളിപ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുക എന്നുള്ളത്. സുവിശേഷത്തിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ ഓരോ ചുവട് വെച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ കർത്താവ് പൂർണ്ണസമയ കർത്തൃവേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു വേർതിരിച്ചു. എന്നെ സ്നേഹിക്കുകയും എന്നെ എല്ലാ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില പിതാക്കന്മാരെയും ചില ജ്യേഷ്ഠ സഹോദരന്മാരെയും ചില അനുജന്മാരെയും ആത്മീയ ഗോളത്തിൽ കർത്താവ് എനിക്ക് നൽകി. അവരുടെ പ്രോത്സാഹനവും അവരുടെ എല്ലാവിധമായ പ്രാർത്ഥനയും സഹകരണവും അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇന്ന് വരയ്ക്കും നിലനിൽക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒഡീഷയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് 33-34 വയസ്സിൽ മലയാളം സംസാരിക്കുവാനും അല്പമായിട്ട് എഴുതുവാനും അല്പമായിട്ട് വായിക്കുവാനും എല്ലാം പഠിക്കുവാനായിട്ടുള്ള വലിയ കൃപ കർത്താവ് തന്നു. അതിനു മുൻപ് ഒരു വാക്ക് മലയാളം സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം മലയാളം സ്ഫുടമായിട്ടും സ്പഷ്ടമായിട്ട് സംസാരിപ്പാനും മലയാളത്തിൽ തന്നെ ശുശ്രൂഷിപ്പാനായിട്ടുള്ള അളവറ്റ കൃപ കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞു. ഇതെല്ലാം അത്ഭുതം മാത്രം എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു മലയാളി ഒഡിയാക്കാരനായി ഒഡീഷയിൽ ജനിച്ചു. പിന്നീട് ഒരു ഒഡിയാക്കാരൻ കേരളത്തിൽ വന്ന് ഒരു മലയാളിയായി തീർന്നു. 25 വർഷത്തെ ഞങ്ങളുടെ കേരളത്തിലുള്ള വാസം ഈ വർഷം പൂർത്തിയാകുകയാണ്. ഒരു 1/4 നൂറ്റാണ്ട് ഈ പ്രദേശത്ത് കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വരുന്ന താമസമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും 2025 നാം പ്രവേശിക്കും. പുതിയൊരു വർഷം കർത്താവ് ദാനമായി തരുമ്പോൾ ഈ പ്രദേശത്ത് മാത്രമല്ല, ജനിച്ചു വളർന്ന ആ പ്രദേശത്തെക്കുറിച്ചുള്ള ഭാരവും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ആ പ്രദേശത്തും കടന്നുപോയി പ്രവർത്തനത്തിൽ ഞങ്ങൾ ഏർപ്പെടാറുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ തന്നെ വ്യാപൃതരായിരിക്കാൻ അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിന് തക്കതായിട്ടുള്ള എല്ലാവിധമായ സപ്പോർട്ട് എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം പറയാൻ മാത്രമേ വകയുള്ളൂ. 2 വാക്യങ്ങൾ വായിച്ച് ഞാൻ എൻ്റെ ഈ ജീവിതാനുഭവം പൂർത്തിയാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനോടൊപ്പം തന്നെ ഞങ്ങളെ വളരെ ധൈര്യപ്പെടുത്തുന്ന വേറൊരു വാക്യമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഈ 2 വാക്യങ്ങളാണ് ഞങ്ങളെ വളരെ ധൈര്യപ്പെടുത്തുന്നത്. വി ആർ ഹിസ് മാസ്റ്റർ പീസ്. കർത്താവിൻ്റെ ശ്രേഷ്ഠ കൃതിയാണ് നാം ഓരോരുത്തരും. ആ വിധത്തിലാണ് കർത്താവ് നമ്മെ കൈപ്പണിയായിട്ട് നമ്മെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരിക, ആ ഒരു ചിന്ത മാത്രമാണ് ഞങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നത്. ഈ ജീവിത അനുഭവങ്ങൾ ചില ഹൃദയത്തെ സ്പർശിക്കട്ടെ, അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. സകല മഹത്വവും ദൈവത്തിന്.